ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ നിൽക്കണ്ടില്ലേ, തക്ബർ പറയുന്ന വേറൊന്നുമല്ല കേട്ടോ, പെരുന്നാളിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഈദ് സ്പെഷ്യലാണ് കേട്ടോ, ഇത് സ്പെഷ്യലായ സൊറോട്ട ഉണ്ടാക്കിയത്. അപ്പോൾ കുറച്ച് അപ്പോൾ പെരുന്നാളപ്പം ഒന്ന് ചൂടുന്നില്ലാന്ന് വെച്ച് നിന്നിട്ടുണ്ടായത്. പിന്നെ വെച്ച് ചൂടാന്ന് വെച്ച് ഉമ്മാപ്പതിൻ്റെ അരിയും ഒരു ചുട്ടിട്ടാന്നുള്ളൊരു പേര് വേണ്ടാന്ന് വെച്ചിട്ട് ഒരു വെട്ട് കേക്കും പിന്നെ സൊറോട്ടയും ചുട്ടവ കുറച്ചവ ചുട്ടത്. ഒരു 2 പ്ലേറ്റിൽ വെക്കാൻ മാത്രമേ അമ്മ ചുട്ടിയാണ്. ഞാനും മുന്നാവത്തിൽ ചുട്ടിട്ട് എടുത്തിയാണ്. പിന്നെ കുറച്ചായതുകൊണ്ട് പെട്ടെന്നായും ചെയ്തിന്. പിന്നെ ചൂടാലെങ്ങനെ പെരുന്നാൾക്ക് നമുക്കൊരു നിർബന്ധമുള്ളത് പോലെ ചൂടണമല്ലോ എന്ന് വെച്ച് ചുട്ടാ കേട്ടാ. കാരണം പെരുന്നാൾക്ക് ചൂടാനുള്ള ഒന്നാമത് മൂടൊന്നും ഉണ്ടായിട്ടാ. പിന്നെ എന്തെങ്കിലും ചേട്ടാൻ ഉണ്ടാക്കി വെക്കാമെന്ന് വെച്ച് പിന്നെ ചുട്ടില്ല അങ്ങ് ചുടാത്തൊരു പരാതി വേണ്ടാന്ന് വെച്ചിട്ട് ചുട്ടിയാന്നവ. പിന്നെ എല്ലായിടത്തും പോയിട്ടാകുമ്പോൾ ഏടും പെരുന്നാളിൻ്റെ വലിയ പ്രത്യേകിച്ച് ചുട്ടിട്ടൊന്നുമില്ല. പിന്നെ ഒരു സമാധാനം കൂടിയായി പ്ലേറ്റിൽ വെക്കാൻ പാണ്ടേന്ന് വെച്ചിട്ട്. പിന്നെ പെരുന്നാൾ പള്ളിയിൽ നിന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇടന്നെ എല്ലാവരും പെരുന്നുണ്ടോണ്ടില്ലേ, ഇങ്ങനെ പ്ലേറ്റിൽ ഇട്ട് വെക്കാനില്ലായിരിക്കും ഒരു പാങ്ങില്ല അല്ലേ, അങ്ങനെ ചുട്ടിയാന്ന് മരിച്ചാൽ ചുടട്ടിയില്ല. സൊറോട്ട ചുട്ടിട്ടായി. രണ്ടാമത് വെട്ട് കേക്കും സെയിം എണ്ണയിൽ ഇട്ടിനെ. വെട്ട് കേക്ക് കാണാൻ നല്ല ചേരുണ്ടെങ്കിൽ തിന്നാൻ കഴിഞ്ഞിട്ടാവേ. സത്യം പറഞ്ഞെങ്കിൽ അത്ര നല്ല സോഫ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നല്ലോണം ഹാർഡായി പോയിനെ. തിന്നിട്ട് പല്ല് പൊളിയുന്ന പോലെ ഉണ്ടായിന്. എൻ്റെ മോൻ്റെ പല്ലും പൊളിഞ്ഞിനെ ഈ വെട്ട് കേക്ക് തിന്നിട്ട്. കാരണം ഞാൻ വിചാരിച്ച പോലെ ആയിട്ടാണ് ഫസ്റ്റ് ടൈം ചുടുന്നവേ. പക്ഷേ അതിൽ പറഞ്ഞ പോലെ ആയിട്ടാണ് ഞാൻ ചുട്ടത്. സാരല്ല, ഒരു പ്രാവശ്യമല്ലേ ഫ്ലോപ്പായെന്ന് വെച്ചിട്ട് മുണ്ടാണ്ട് അടുത്ത പ്രാവശ്യം നല്ല പങ്ങൾ ചൂടാമെന്ന് വിചാരിച്ചിനവേ. എനിക്ക് ഈ വെട്ട് കേക്ക് ചൂടാനറിയില്ല. പിന്നെ എല്ലായിടത്തുനിന്ന് വാങ്ങുന്ന വെട്ട് കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു. അപ്പോൾ യൂട്യൂബിൽ നോക്കിയിട്ട് അങ്ങനെ ചൂടാന്ന് വെച്ച്. പക്ഷെ അത് നമ്മൾ വിചാരിച്ച പോലെ ആയിട്ട് എന്തോ ഒരു കുറവ് ഉണ്ടായിന്, എന്തെന്ന് അറിയില്ല. സാരല്ല, ഒന്ന് ഫ്ലോപ്പായെങ്കിൽ എന്താ അടുത്തേൽ ശരിയാവുമെന്ന് വെച്ചിട്ട് നമ്മൾ ഉണ്ടാകുന്നവ. അങ്ങനെ ചെറിയ തീയിൽ എണ്ണയിലിട്ടിട്ട് നമ്മൾ എല്ലാവരും ഒന്ന് പൊരിച്ചിട്ട് എടുത്തിട്ടുണ്ടായിന് കേട്ടോ. ഫസ്റ്റില്ല എണ്ണയിലിട്ടിട്ട് തിന്നുമ്പോൾ നല്ല നല്ല കറക്റ്റായിട്ടുണ്ടായിന്. പിന്നെ കുറച്ച് കഴിഞ്ഞാണെങ്കിൽ കൊട്ടയപ്പം പോലെ ഭയങ്കര ഹാർഡായിക്കൊണ്ട് വന്നവ. എപ്പോഴെല്ലാം ചുട്ടതിന് ശേഷം നമ്മളവിടെ തന്നെ പൊടിച്ച പൈനാപ്പിൾ ഉണ്ടായിന് കുറച്ച്. അപ്പോൾ അത് എടുത്തിട്ട് സൂഫിലാക്കാലിട്ട് പൈനാപ്പിളിൻ്റെ സൂഫിലാക്കാലിട്ട് പൈനാപ്പിളിൻ്റെ സൂഫിലാക്കിനവ നല്ല അടിപൊളിയായിട്ടുണ്ടായിന്. ഓളെന്നെ ഉണ്ടാക്കിയത്. അതിലേക്ക് വേറെ ആര് കയ്യും കൊണ്ടിട്ടുണ്ടായിട്ടാ. സൂഫിലാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ, നല്ല അടിപൊളിയാണ് ഇടാം. പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് പിന്നെ അങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ സൂഫില ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവുക. അടിപൊളിയായിട്ടുണ്ടായിന്, എല്ലാവർക്കും നല്ല ടേസ്റ്റ് ആയിനവ. അപ്പോൾ ഇതുപോലത്തെ 2-3 ഐറ്റംസ് മാത്രം ഇട്ടിട്ട് വെച്ചാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാത്ത ആളുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയിട്ട് ട്രൈ ആക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ടവ. പിന്നെ നമ്മൾ അടുത്ത പരിപാടി വെച്ചെങ്കിൽ ബിരിയാണി ഉണ്ടാക്കൽ. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നീരുള്ളും കട്ടാക്കി വെച്ച് ഇഞ്ചി പച്ചമുളക് പേസ്റ്റൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിനവ. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കി വെച്ചാൽ നമ്മളെ പണിയെല്ലാം കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മസാല റെഡിയാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ച് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ബീഫ് ബിരിയാണി വെച്ചെങ്കിൽ എല്ലാവർക്കും ചോദിക്കും, നിങ്ങൾ എന്തിനാ ഈ ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത്, എല്ലാവർക്കും ബീഫ് കിട്ടുന്നില്ലേന്ന്. പക്ഷേ പെരുന്നാളെന്ന് ബീഫ് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബീഫ് ബിരിയാണി വെച്ചവേ നല്ല അടിപൊളി. അതിനൊന്നും എല്ലാവരും വെച്ചാളല്ലേ പറഞ്ഞിനവേ. ഇപ്പോൾ ഉമ്മാരൊന്നും കൈ കൂടാണ്ട് ഞമ്മൻ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിനവേ, അടിപൊളിയായിന്. നല്ല വെച്ചാൾ പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ ബീഫിൻ്റെ മസാല എല്ലാം റെഡി ആയിനവേ. നല്ല അടിപൊളി ബീഫ് ബിരിയാണി. പിന്നെ അതിലേക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കാഷ്യൂ, നീരുള്ളി, പിന്നെ മുന്തിരി അതെല്ലാം ഇട്ടിട്ട് നല്ല ഇങ്ങനെ റോസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിന്. പെരുന്നാൾ ഇങ്ങനെ ഒരു ചെറുങ്ങനെ ഡെക്കറേഷൻ എല്ലാം ചെയ്യില്ലല്ലോ. അപ്പോൾ ഒരു ഫോട്ടോത്തിൽ കാണുമ്പോൾ ഒരു ചേരില്ലേന്ന് വിചാരിച്ചിട്ട് ഇതുപോലെല്ലാം റോസ്റ്റ് ആക്കിയിട്ട് എടുത്തിനവ. ഇങ്ങനെല്ലാം ആകുമ്പോൾ നല്ല രസമാണ് ബിരിയാണീൻ്റെ ഒരു വൈബ് കിട്ടണമെങ്കിൽ ഇതുപോലെ ആക്കിയിട്ടിടണവ. എനിക്ക് ഈ ബിരിയാണിക്കെല്ലാം ഇങ്ങനെ ആക്കിയിട്ടിടാനാണ് ഇഷ്ടം. പിന്നെ ചോറെല്ലാം റെഡി ആയതിന് ശേഷം ഞാൻ എന്താക്കി വെച്ചെങ്കിൽ കുറച്ച് ഫുഡ് കളറെല്ലാം ഇട്ടിട്ട് ബിരിയാണീനെ ഫുള്ളൊന്ന് ദമ്മിലിട്ടിട്ട് വെക്കാലിട്ട് എല്ലാം മിക്സ് ആക്കിയിട്ട് എടുക്കുന്നവ. ഇത് നിങ്ങളിപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയ പെരുന്നാൾക്ക് എന്ത് ബിരിയാണി ഉണ്ടാക്കി, അല്ലെങ്കിൽ മന്തി, കുറേ ആൾ മന്തി ഉണ്ടാക്കിന്, കുറേ ആൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിന്, കുറേ ആൾ നെയ്ച്ചോറും കോഴിക്കറി ഉണ്ടാക്കി എന്നല്ല പറഞ്ഞിന്. അപ്പോൾ എല്ലാവരും എന്ത് ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് ഒന്ന് കമൻറ്റ് ഇടാൻ മറക്കണം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ഒന്ന് ദമ്മിട്ടിട്ട് വെക്കണമെന്ന് വിചാരിച്ച്. നല്ല രസമുണ്ടല്ലേ, കാണുമ്പോൾ നല്ല രസമുണ്ടായിന്. ബേക്കാൻ അതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ടായിനവ. അപ്പം നിങ്ങൾ ബേച്ചാളിയിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുവ, ടേസ്റ്റ് ഉണ്ടായിനാന്ന്. പിന്നെ പെരുന്നാൾക്ക് പിന്നെ പാങ്ങുണ്ടാകുന്ന വെച്ചെങ്കിൽ പെരുന്നാൾ പാങ്ങൊന്നും ഉണ്ടായിട്ടാ. ഒട്ടും പാങ്ങില്ലാത്തൊരു പെരുന്നായിരുന്നു. ഉപ്പാവുമ്മ ഇല്ലാഞ്ഞിട്ട് തന്നെയെന്നാണ് വിചാരിക്കുന്നുള്ളത്. ഒട്ടും പാങ്ങുണ്ടായിട്ടാ. അപ്പോൾ പെരുന്നാൾ നിസ്കാരം തുടങ്ങാനായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റത്തെ തക്ബർ കഴിയാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷെബീനോട് പറഞ്ഞ് പള്ളിക്ക് പോയൊരു കടയെല്ലാം കഴിയാനായി എന്ന് പറഞ്ഞ് അങ്ങനെ ഓനും കൂടി പള്ളിക്ക് പോയിനവേ. നമ്മളെ ഏകദേശം ബാക്കി പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചെങ്കിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫസ്റ്റ് നമ്മൾ പെറുക്കൻ എല്ലാവരും വരുന്നതുകൊണ്ട് എല്ലാം സെറ്റാക്കിയിട്ട് വെക്കണം കേട്ടോ. ഏകദേശം ആൾക്കാരെല്ലാം പള്ളിയിലേക്ക് മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു. ഓന് പിന്നെ കുറച്ച് ലേറ്റായി, അടുത്തുണ്ടാകും. പിന്നെ കുറച്ച് ലേറ്റായിട്ട് പോയില്ല, പാങ്ങില്ലാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഓന് മുന്നേ പോകാത്തത്. അങ്ങനെ അതിൻ്റെ എടുക്കുന്ന മുന്നേ സർവത്താക്കിന് കേട്ടോ. 2 സ്ഥലം സർവത്താക്കിന്. പുന്നാർ പുളി കസകസ് ഇട്ടിട്ടാക്കി. പിന്നെ ആക്കിയിട്ടുണ്ടായിരുന്നത്
ബ്ലൂ ലൈം അതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം തീർന്നിന് തീരുമോയെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം തീർന്നിന്. കാരണം ആരും ഉമ്മ ഇല്ലാത്തതുകൊണ്ട് വരില്ലാന്ന് വെച്ചിട്ട് രാവിലെ കുറച്ച് ആൾക്കാർ പള്ളിയിൽ നിന്ന് വന്നിട്ട് പിന്നെ അതിന് ശേഷം രാത്രി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പാത്രത്തിൽ ഫില്ലാക്കേണ്ടതിൽ ബാക്കിയുള്ള കുറച്ച് ഡേറ്റ്സ്, ബദാം, പിന്നെ ഇത് സൺഫ്ലവറിൻ്റെ ഈ വിത്തില്ലേ ഇതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഫില്ലാക്കിയിട്ട് വെച്ചിനവ. കാണാൻ നല്ല രസമുണ്ടായിന്, തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ടായിനവ. ഇല്ല ഒന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഞാനും മുന്നേ രാത്രി തന്നെ ഇതെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചാൽ പെരുന്നാളെന്ന് ഞാനും മുന്നേ മാത്രം ഉണ്ടായിരുന്നത്. ഞാൻ പെരുന്നാൾ 2 ദിവസം മുന്നേ വന്നത്. സൽമാവും സാജി തന്നെ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ പെരുന്നാളിനോട് ഒറ്റക്കാണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ വന്നതാണ്. പിന്നെ പള്ളിയിൽ നിന്ന് കഴിഞ്ഞിട്ട് വരുമ്പോൾ എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചില്ലെങ്കിലേ നമുക്ക് അമ്പരപ്പിലെല്ലാം ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഓൾ വരുമ്പോഴേക്ക് തന്നെ എല്ലാം ഇട്ടിട്ട് നമ്മൾ സൂഫ്ലയും സർവത്ത് അപ്പം എല്ലാം ഇട്ടിട്ട് ടേബിളിൽ സെറ്റാക്കിയിട്ട് വെച്ചിനവ. അപ്പുറം പിടിക്കാത്തത് ബാക്കിയുണ്ടത് ഇപ്പുറം കൂടി വെച്ച്. പിന്നെ മുറ്റത്ത് തന്നെ പള്ളി ആയതുകൊണ്ടല്ല, പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫസ്റ്റ് വരൽ തന്നെ നമ്മൾ വരക്കുക എല്ലാവരും. അപ്പോൾ അത് കാരണം ഇങ്ങനെ മുന്നേ സെറ്റാക്കിയിട്ട് വെക്കലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ സെറ്റാക്കിയിട്ട് വെച്ചപ്പോൾ അങ്ങനെ ഇതാ പള്ളിയിൽ നിന്ന് കീന്നുണ്ടാവേ ഒരാളെ മെല്ലെ മെല്ലെ കീന്നുണ്ട്. അപ്പം നമുക്കെല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മളെ ബാക്കിയുണ്ട് പണിയിലേക്ക് കിടക്കാൻ വെച്ചിട്ട്. പിന്നെ നമ്മൾ ഏകദേശം പണിയെല്ലാം പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ 9 മണി 9:30 മണിയാകുമ്പോൾ പള്ളിയിൽ നിന്നെല്ലാം ഇറങ്ങിയിട്ട് വന്നിന് കേട്ടോ. ആ സമയമാകുമ്പോൾ നമുക്കെല്ലാം റെഡി ആയിട്ടുണ്ടായിന്. ബിരിയാണിയും ദമ്മിലിട്ടിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബിരിയാണിയും കൂടി ബേക്കാൻ വെച്ച് ഒരു സൈഡിൽ നിന്ന് മെല്ലെ ഞാൻ വിളമ്പിയിട്ട് എടുത്തിനെ. നമുക്ക് 3 ബേച്ചിട്ട് നമുക്ക് എല്ലായിടത്തും ഒന്ന് പുറത്തിറങ്ങാന്ന് വെച്ചിട്ട്. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ പിന്നെ എന്തോ ടെൻഷന് പോലെയാണ്, ഉപ്പ അമ്മ ഇല്ലാത്ത ആ ഒരു ഫീലും വരുന്നുണ്ട്. പിന്നെ വെറുതെ ഇരിക്കേണ്ടാലോന്ന് വിചാരിച്ചിട്ട് നമ്മൾ 3 ബേച്ചിട്ട് പുറന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിനവ. അങ്ങനെതാ ഞങ്ങൾ ബേക്കാൻ വേണ്ടിയിട്ട് ചോറ് വിളമ്പുന്നവ. അപ്പോൾ നിങ്ങളെല്ലാവരും പെരുന്ന ഇന്ന് പാങ്ങുണ്ടായിനേ ഇല്ലേ എന്നും കൂടി കമൻറ്റ് ചെയ്യട്ടെ. പിന്നെ വീഡിയോ രാത്രി എഡിറ്റ് ആക്കിയിട്ട് ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ വിചാരിച്ച പോലെ എഡിറ്റ് ആക്കിയിട്ട് ഇടാൻ പറ്റിയിട്ടാ. ആൾക്കാർ വന്നുകൊണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ ഫോണ് വിചാരിച്ച പോലെ എടുക്കാനോ ഇടാനോ അങ്ങനെയൊന്നും പറ്റിയിട്ടാ. പിന്നെ നമ്മൾ മാത്രം ഉണ്ടാകുന്ന സമയത്ത് ഫ്രീ ഉണ്ടാകുന്ന സമയത്ത് വീഡിയോ എഡിറ്റ് ആക്കാൻ ഇടാൻ വോയിസ് ഓവർ കൊടുക്കാനൊക്കെ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാത്തത്. കുറേ പേര് വെയിറ്റിംഗ് ആണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്നെങ്കിലും സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഇടാത്തത്. അങ്ങനെ ഞങ്ങൾ 3 മാത്രം ആയതുകൊണ്ട് ഞങ്ങൾ 3 ഇന്നിട്ട് വെച്ച്. പിന്നെ എന്താക്കുന്നത്, ബേക്കാൻ വേറെ ആരുമില്ല. ഒറ്റക്കാകുമ്പോഴുള്ള അവസ്ഥ ഇത് തന്നെയാണ് കേട്ടോ. പിന്നെ ബേക്കാനിരിക്കുമ്പോൾ ഓൻ്റെ കുസ്തിക്ക് ഒരു കുറവുണ്ടായിട്ട് പിന്നെ ഓന് നേരെ ബേക്കിലായിട്ട് ഞാനൊന്ന് ബാക്കിട്ട് കൊടുത്തെങ്കിൽ ഓന് ബേക്കുമല്ലോ ഞാൻ പൊടിച്ചിരുത്തിച്ചിട്ട് കൊടുത്തിന് കേട്ടോ. അങ്ങനെ ഓനും കൂടി ബേക്കാനിരുന്ന് ഞങ്ങൾ ബേച്ചിട്ട് പകുതിയാകുമ്പോൾ ഓൻ്റെ കുസ്തി പിന്നെയും തുടങ്ങിയവ. ഓനിക്ക് ബാക്കിട്ട് കൊടുക്കണ്ട, ഓൻ എന്നെ ഇരുന്നിട്ട് ബേക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെയല്ല 2 ബാക്കിട്ട് കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ബേച്ചിട്ട് എണിച്ചിട്ടുണ്ടായിനവ. സമയം 12 മണിയെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 12 കഴിഞ്ഞുകൊണ്ട് പിന്നെ നമുക്ക് കുറേ ലേറ്റ് ആണ്ടാ. ഞങ്ങൾക്ക് വൈകുന്നേരം 5-6 മണിയാകുമ്പോൾ തിരിച്ചെത്തണമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് അങ്ങനെ ബേച്ചിട്ട് ഇറങ്ങിന് കേട്ടോ. നമ്മൾ ഫസ്റ്റ് വിട്ടത് പെരുന്നെടുക്കാൻ്റെ പെരക്കന്നവ. നമ്മൾ ഫസ്റ്റ് പോയിട്ട് നെയിലാടെ ഉണ്ടായിരുന്നത്. പെരുന്നായത് കൊണ്ട് പിന്നെ നെയിലാനെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ അടുക്ക് പോയിനവ. അങ്ങനെ പെരുക്കത്തുമ്പോൾ അവിടെ ചാച്ചാറെല്ലാം ഉണ്ടായിരുന്നു. പെരുക്കത്തിയിട്ട് അവിടെ നിന്ന് 1-2 ഫോട്ടോസെല്ലാം എടുത്ത് കുറച്ചൊരു അരമണിക്കൂർ നിന്നിട്ട് നമ്മൾ പുരയിൽ കഴിഞ്ഞിന് കേട്ടോ. അങ്ങനെ പെരുന്നായതുകൊണ്ട് പിന്നെ പുരയിലില്ലാത്ത ആ ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താക്കൽ എല്ലാ സമയത്തും എല്ലാവർക്കും വിചാരിച്ച പോലെ കയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നേട്ടാ. അങ്ങനെ പുരയിൽ നമ്മൾ ഇറങ്ങിനേട്ടാ. പിന്നെ നമ്മൾ നേരെ പോയത് മാമാനെ എടുക്കട്ടെ ദേളിയിലേക്ക്. ദേളിക്കെത്തിയിട്ട് നമ്മൾ എല്ലാവരും ഫോട്ടോത്തിൻ്റെ തിരക്കിൽ, ഫോട്ടോ എടുക്കാനുള്ള എല്ലാ തിരക്കിലായിരുന്നു എല്ലാവരും. വന്ന് ഫോട്ടോ എടുക്കൽ, ജ്യൂസ് കുടിക്കൽ പോലെ ഇത്രമാത്രം ഇട്ടാ പെരുന്നാളത്തെ എല്ലായിടത്തെ വൈബൊന്നും എനിക്ക് വിചാരിക്കുന്നു. എല്ലാവരും അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ജ്യൂസും കുടിച്ച് പുറത്തുനിന്ന് തന്നെ മാമ ചാച്ചാറെല്ലാം പുറത്ത് തന്നെ ഉണ്ടായതുകൊണ്ട് പുറത്തുനിന്ന് തന്നെ ഫോട്ടോസെല്ലാം എടുത്ത് വരുമ്പോൾ ചാച്ച കുറേ പറഞ്ഞു കേട്ടോ, ബേച്ചിട്ട് തന്നെ പോകാലിട്ട്. അങ്ങനെ എല്ലാവരും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഫുഡെല്ലാം കൊണ്ടിട്ട് ഒന്നിച്ച് ചെയ്തിട്ട് ബേക്കുന്നതെന്ന് പറഞ്ഞിട്ട് ബേക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ വേണ്ടായിരുന്നു, ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വന്നതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. അങ്ങനെ അവിടെ നേരെ പിന്നെ നമ്മൾ പോയത് സൽമാൻ്റെ അടുക്ക മാങ്ങാട്. സൽമാൻ്റെ അവിടെ പോയതിന് ശേഷം സൽമാൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ പായസമെല്ലാം കുടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മാങ്ങാട്ടൊക്കെ എത്തിയെങ്കിൽ പിന്നെ നയാസിന് പിന്നെ അങ്ങനത്തെ പുര പോലെ തന്നെ കുറേ ഇട്ട് പോയെന്നും വന്നുകൊണ്ട് ഓർക്ക് പുര പോലെ തന്നെയാണ്. അവിടെ എത്തിയും പിന്നെ ഓർക്ക് വരാനൊന്നും മനസ്സിലായിട്ടാ. എപ്പം അങ്ങോട്ട് പോകാം താത്താനോട് പോകാൻ തന്നെ പറയല്. പിന്നെ ഒരു ചങ്ങായിയുടെ ഐസി ഉണ്ടായിന്, ഓനോട് കുറേ വിഷയം പറഞ്ഞുകൊണ്ടുണ്ടായിന് കേട്ടോ. ഓനിക്ക് ഓനെ പോലത്തെ ഒന്നിന് കിട്ടിയാൽ മതിയവേ. ഓൻ്റെ ഇത് അന്നത്തോടു കൂടി തീരും, അത്ര തന്നെ. ഓനിക്ക് ഓനെ പോലത്തെ ഒന്നിന് കിട്ടിയാൽ മതി. പിന്നെ ആടെ തെറ്റാകുമ്പോൾ ഒന്നിന് വരുന്ന വിസ ഇല്ലാത്തതുകൊണ്ട് ഷെബി എല്ലാത്തിനും പിടിച്ച് ഉള്ളിലിട്ടേനവേ. അങ്ങനെ ആടുന്നും കൂടി ഞങ്ങൾ ഇറങ്ങിയിട്ടാ. പിന്നെ ഷെബി പറഞ്ഞ് എനിക്ക് തലവേദനയായിട്ട് കഴിയുന്നില്ലായിട്ട് മുന്നേ അവിടെ വണ്ടി എടുക്കാൻ പറ്റും. ഓള് വണ്ടി എടുത്തിട്ടാ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓക്ക് ഡ്രൈവിങ് അറിയുന്നുണ്ട്, അതൊരു കൂടി ഉണ്ടായിന്. അല്ല ഞാൻ തന്നെ പോസ്റ്റ് ആട്ടിനും. അങ്ങനെ തലവേദന എടുക്കുന്നതുകൊണ്ട് പിന്നെ വണ്ടി എടുക്കുമ്പോൾ എന്താവണ്ടാന്ന് വെച്ചിട്ട് നീ കുറച്ച് എടുക്കലിട്ട് ഓളെടുത്തിനട്ടാ. കുറച്ച് ഓളെടുത്ത് പിന്നെ അവൻ എന്നെ എടുത്തിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ നേരെ പോയത് സാജിൻ്റെ അവിടെ മൊഗ്രയിലേക്ക്. എന്ന് വെച്ചെങ്കിൽ കുഞ്ഞിൻ്റെ കോടിപ്പെരുന്ന ഷിയാബ് വന്നിട്ടുണ്ടായിരുന്നു നാട്ടിലേക്ക് സാജിനെ കൂട്ടാൻ വേണ്ടിയിട്ട്. സാജി റിട്ടേൺ പോകുന്നുള്ളത് കൊണ്ട് അങ്ങനെ നമ്മൾ നേരെ കോട്ടക്കുന്നിലേക്ക് എത്തിനവ മൊഗ്രയിലുള്ള. അങ്ങനെ അടുത്തേക്ക് എത്തിയിട്ട് പോകുമ്പോൾ ലഹീന് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഓൻ്റെ കളിയിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അടുക്ക് എത്തിനവ. അങ്ങനെ അമ്മയുടെ ഉള്ളിൽ കയറ്റാൻ ഞങ്ങൾ ലീനാനെ നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നേരെ റൂമിലേക്ക് തന്നെ പോയിട്ടാ. ലീനയൊക്കെ പിന്നെ പറയണ്ടല്ലോ, ഓക്കെ എപ്പോൾ ഉള്ളത് അങ്ങനെ ഇന്നും ഉണ്ടായിട്ടാ. ഓളെ കരച്ചിൽ മതിയാക്കിയിട്ടേ ഉണ്ടായിട്ട്. അങ്ങനെ ഓളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ജ്യൂസെല്ലാം കുടിച്ച് അങ്ങനെ ഷെന്ന പറഞ്ഞ് അവിടെ കുളത്തിൽ നല്ല വെള്ളമുണ്ട്, നമുക്ക് പോയി നോക്കിയിട്ട് വരാം.
പറഞ്ഞു പോയിട്ട് നോക്കുമ്പോൾ വള്ളേ ഇല്ല ഗൈസ്. അങ്ങനെ എന്താക്കുന്ന ആടെ നിന്ന് കഴിഞ്ഞിട്ട് വന്നിന് കേട്ടോ. ആടെ കഴിഞ്ഞിട്ട് രണ്ടാമത് ഏടെ പോയി നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അറിയുന്ന ആൾ. അപ്പോൾ ഇതാണ് കേട്ടോ സ്ഥലം. അടിപൊളി വ്യൂ ഉള്ള സ്ഥലമാണ് ഇത്. എവിടെയെന്ന് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കറിയാം, എന്നാലും അറിയാത്ത ആര് ഏടെ സ്ഥലം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടിപൊളി വൈബുള്ള സ്ഥലം തന്നെ ഇത്. അങ്ങനെ നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ഉള്ള നല്ല സ്ഥലമാണ് അപ്പോൾ ഇത്. അങ്ങനെ ആടത്തേക്ക് എത്തിന് കേട്ടോ. അങ്ങനെ ആടെ പോയതിന് ശേഷം പിന്നെ മാമാലുണ്ടായിരുന്നു. മാമാടൊക്കെ മുണ്ടിയിട്ടിട്ട് ഞമ്മ അവിടെ നിന്ന് വന്നിട്ടാ. ഞമ്മാടെ ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മൾ വീഡിയോസ് എല്ലാം എടുക്കുന്നതിന് പക്ഷേ എന്തിപ്പോൾ ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നത് എന്നിട്ട് ഞമ്മ ഇങ്ങനെ നോക്കുന്നുണ്ടായിട്ടാ. അപ്പോൾ സംഭവം വീഡിയോസ് എടുത്തതല്ല, വീഡിയോ കോളിൽ മുണ്ടുന്നത് നമുക്ക് നമ്മളെ കാണിച്ച് നമ്മൾ വരുന്നുണ്ടെന്നിട്ട്. അപ്പോൾ അമ്മ വിചാരിച്ച് നമ്മൾ വീഡിയോയിൽ എടുത്തു. അങ്ങനെ നല്ല ലുക്കിൽ നടന്നാണ്. ആടത്തി നോക്കുമ്പോൾ വീഡിയോ എടുത്തല്ല, വീഡിയോ കോളിൽ മുണ്ടിയതാണ് കേട്ടോ. പിന്നെ ഈ പെരുന്നാളൊന്നും ദുബൈക്കാർക്ക് പറയൊന്നുമില്ല, വീഡിയോ കോളാക്കിയിട്ട് മുണ്ട അത്ര തന്നെ. അങ്ങനെ ഓരോ പെരുന്നാൾ കഴിഞ്ഞ് കിടന്നുറങ്ങി ഞങ്ങളെ പെരുന്നാൾ കഴിഞ്ഞില്ലേ. അങ്ങനെ ഞമ്മ കുറച്ച് മുണ്ടി ആപ്പ വീഡിയോ കോളാക്കിയിട്ട് വിളിച്ചിട്ടുണ്ടായിട്ടാ. അങ്ങനെ ആപ്പാടെ ഞമ്മ വീഡിയോ കോളിൽ മുണ്ടി. പിന്നെ കോട്ടൂരുള്ളതുകൊണ്ട് എല്ലായിടത്തും പെരുന്നാൾക്ക് എത്തിയിട്ടാ. മരിച്ചാലും ഞാൻ പെരുന്നാൾക്ക് അവിടെ എത്തലില്ല. മുന്നേ ചെമ്മു നാട്ടിലുള്ള സമയത്തെല്ലാം എല്ലായിടത്തും എത്തലുണ്ടായിട്ടാ. അങ്ങനെ പിന്നെ നേരെ മാമാരുടെ അടുത്ത് പോയിട്ട് മുണ്ടി. മാമാരോട് മുണ്ടിയിട്ട് ഞമ്മ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടാ. അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ എല്ലാവരും ഒരാളെ വന്നിട്ടുണ്ടായിരുന്നു. ഓരോരുത്തും കണ്ട് എല്ലാവരും ഒക്കെ നിന്നിട്ട് കുറച്ച് വൈബെല്ലാം അടിച്ചിട്ടായിരുന്നു വേറെ ഇറങ്ങിട്ടാ. കാരണം പെരുന്നാളിന് അതിനായിട്ടും കൂടുതൽ നിൽക്കാനുള്ള ടൈമില്ല. എല്ലായിടത്തും പോയെങ്കിൽ നടക്കലാന്ന് വെച്ചിട്ട് കുറച്ച് സ്ഥലം മാത്രമേ കവറാക്കിനട്ടാ. അവിടെ നിന്ന് നല്ലൊരു ജ്യൂസും കുടിച്ച് പിന്നെ മാമാക്ക് കൈന്നൊന്നും ഉണ്ടായിട്ടാ. നിങ്ങൾ മാമാൻ്റെ അടുത്തേക്ക് ഒരു മുണ്ടിയിട്ട് വന്നിട്ട് മാമാൻ്റെ അടുത്തേക്ക് പോയതവേ. പിന്നെ കുഞ്ഞാൻ്റെ ആപ്പാൻ്റെ ഇപ്പോൾ ഒരാടെ അടുത്തടുത്ത് തന്നെ ആണ്ട് ആടെയും ഒന്ന് കയറിയിട്ട് വന്നിട്ടാ. മരിച്ചാൽ വേറെ പോയിട്ടൊന്നുമില്ല. പോന്നി വരുന്ന വഴിക്ക് എല്ലായിടത്തും പോകാമെന്നെങ്കിൽ നമുക്ക് നടക്കലാന്ന് വെച്ചാൽ തിരിച്ച് നമുക്ക് പെട്ടെന്ന് പൊരുക്കത്തേണ്ടത് കൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിനവേ. പിന്നെ ഔക്കാപ്പാനോട് കയറിയില്ലെങ്കിൽ ഔക്കാപ്പാൻ്റെ നാളെ മെസ്സേജ് ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അടുത്തോളം വന്നിട്ട് എൻ്റെ അവിടെ മീത്തെ കയറിയിട്ടാറ്. അങ്ങനെ ആടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് കിഞ്ഞിനട്ട. അവിടെ നിന്ന് ഒന്നും കുടിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മാമാൻ്റെ അടുത്ത് മാത്രം കേട്ടോ കുടിച്ചിട്ടുണ്ടായിന്. കാരണം എല്ലായിടത്തും കുടിച്ചിട്ട് വേറെ ഫുള്ളായിട്ടുണ്ടായിട്ടാ. അങ്ങനെ അവിടെ നിന്ന് കുടിക്കാണ്ട് ഇറങ്ങിയിട്ട് വന്നിന്. നല്ല പങ്കുണ്ടായിനവേ. എല്ലായിടത്തും പോയിട്ട് വന്നുകൊണ്ട് കുറച്ചൊരു മൂഡ് ഓഫ് എല്ലാം പോയിട്ടുണ്ടായിന്. കാരണം പെരുന്നാളെന്ന് ബാക്കിയുള്ള ദിവസം പോലെയല്ല കേട്ടോ. പെരുന്നാളെന്ന് പൊരലപ്പം ഇല്ലാത്ത നല്ലോണം എന്തോ ഒരു പോലെ ഉണ്ടായിന്. നമുക്കതെന്ത് ഇല്ലായിരിക്കുമ്പോൾ നമ്മൾ അപ്പോൾ പെരുന്നാളിന് നമ്മൾ പെരുക്ക് വരുമ്പോഴുള്ള പാങ്ങൊന്നും നമുക്ക് കിട്ടിയിട്ടാ. കാരണം നമുക്ക് പെരുന്നാളിന് എപ്പം പെരുക്ക് വരുന്ന പോലെ അല്ല ഈ സമയത്ത് പെരുന്നാൾക്ക് പെരുക്കുമ്പോൾ ഒന്നും പാങ്ങണ്ടായിട്ടാ. വന്നാൾക്ക് ആരും ഒരു മൂടൊന്നും ഉണ്ടായിട്ട് എല്ലാവരും വരാൽ എങ്ങനെയാണെന്ന് വെച്ചിട്ട് വന്നായിട്ടുണ്ടാവും. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് പെരുക്കത്തിനട്ടാ. പെരുക്കത്തിന് ശേഷം തല ഭയങ്കര വേദന ഉണ്ടായി. നല്ല അടിപൊളി ഒരു ഗ്ലാസ് ചായ വെച്ച് കുടിച്ചിട്ട് ബാക്കി പണിയെന്ന് വെച്ചിട്ട് ഫസ്റ്റ് ഞാൻ പോയതിൽ ചായ വെച്ചിന്. നല്ല അടിപൊളി സ്ട്രോങ് ചായ വെച്ച് കുടിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കുടിച്ചതിന് ശേഷം കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ഏകദേശം 6 മണിക്ക് മുന്നേ എത്തിനട്ടാ. അങ്ങനെ ഒരു ഏകദേശം എല്ലാം ഫ്രീ ആയതിനു ശേഷം മുന്നേ ഓളെ പെരുക്ക് പോയി. അങ്ങനെ ചാച്ചാൻ്റെ ഓറെല്ലാം വന്നിട്ടുണ്ടായിട്ടാ. ഉമ്മ ഇല്ലാത്ത അവർ വരാണ്ടൊന്നിട്ടാ. എന്നിട്ട് ഞങ്ങൾ വരില്ലാന്ന് വിചാരിച്ചിട്ടുണ്ടായിട്ടാ. അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ചാച്ചാവും ബാബീസ് എല്ലാവരും വന്നിട്ടുണ്ടായിന്. പെരുന്നാൾക്കൊരു പെരുന്നാൾ പോലെ ആണെങ്കിൽ എല്ലാവരും പോയിട്ടും വന്നില്ല. അങ്ങനെ ഒരു പെരുന്നാൾ പോലെ ആവേലാന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ എല്ലാവരും വന്നിട്ട് എല്ലാവരും പോയിട്ടാ. സൽമാൻ സാജി എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിന്. ഒറൈലിയിലെല്ലാം പോയിട്ട് എത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിന്. അങ്ങനെതാ എല്ലാവരും പിള്ളേർക്ക് പിന്നെ ഒന്നുണ്ടെങ്കിൽ മതി ഒന്നിൻ്റെയൊക്കെ ഒന്ന് കളിക്കാൻ. നെയ്യാസിന് ഇതുപോലത്തെ ചോട്ടാസ പിള്ളേരുണ്ടെങ്കിൽ മതിയവേ. പിന്നെ ഓന് അടിച്ച് പൊളിച്ചങ്ങ് കളിച്ചോളും. പിന്നെ എല്ലാവരും പിള്ളേർക്ക് ഫുഡായിട്ട് പിള്ളേരൊന്നും അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. എല്ലാവരും ജസ്റ്റ് ഒന്ന് കിള്ളിയെ പോലെ മാത്രം ആക്കിയത്. അങ്ങനെ നല്ല ബീഫ് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ബീച്ചാളെല്ലാം. അങ്ങനെ ഇന്നത്തെ പെരുന്നാൾ നമ്മളത് കഴിഞ്ഞില്ല. ഇത്രയും ഉണ്ടായിട്ട് ഇന്നത്തെ പെരുന്നാൾ വിശേഷം. പിന്നെ എല്ലാവരും ഒന്നിച്ച് ഇതിൻ്റെ ഫോട്ടോ എടുക്കാറുമ്പോൾ ഏടുന്നില്ലാത്ത ആൾക്കാർ ഒന്നാകെ വന്നിട്ട് ഇരുന്നിട്ടാ. ഫോട്ടോ എടുക്കാറുമ്പോൾ പിന്നെ എന്ത് ചോദിക്കണ്ട യോ ആക്കിയിട്ട് എല്ലാം വന്നിട്ട് സോഫയിൽ ഇരുന്നിട്ടാ. അങ്ങനെ ഫോട്ടോസെല്ലാം എടുത്ത് അങ്ങനെ എല്ലാവരും പിരിഞ്ഞിനവേ. കുറേ ലേറ്റ് ആയിട്ട് രാത്രി 11 മണി അങ്ങനെ ഏകദേശം ആയിട്ടുണ്ടായിന്. പിന്നെ എല്ലാവർക്കും ലേറ്റ് ആയതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് പോയിട്ടാ. അല്ലെങ്കിൽ പെരുന്നാളിന് എല്ലാവരും നമ്മളവിടെ നിന്ന് പോകുമ്പോൾ കുറേ ലേറ്റ് ആവില്ല. അപ്പം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കുറേ സമയം ആരും നിന്നിട്ടാ. കുറച്ച് സമയം മാത്രം നിന്നിട്ട് അങ്ങനെ പോയിട്ടാ. ആർക്കും വലിയ പാങ്ങൊന്നും ഉണ്ടായിട്ടാന്ന് പറഞ്ഞ് ഉമ്മാപ്പ ഇല്ലാത്തൊരു പാങ്ങ് എല്ലാവർക്കും ഉണ്ടായിട്ടാ. അങ്ങനെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും. അതുവരേക്കും ബായ്.